ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടാൻ പറ്റുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജപ്പാൻകാർ 1904 അതായത് 100 വർഷങ്ങൾക്ക് മുന്നേ ഒരു കക്കൈബോ ടെക്നിക്ക് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കൊക്കെ സാലറി വരുന്നുണ്ട്, വരുമാനവും ഉണ്ട്, പക്ഷേ മന്ത് എൻഡിൽ ഈ പൈസ ഒക്കെ എവിടെ പോയി എന്നുള്ളത് പലരും ചിന്തിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ കക്കൈബോ ടെക്നിക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് ഈ ജപ്പാൻകാർ 3 എൻവലപ്പിലായിട്ടാണ് ഈ ഒരു പൈസ മാറ്റിവെക്കുന്നത് വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ഗ്രോസറി അല്ലെങ്കിൽ കറണ്ട് ബില്ല്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻവലപ്പിൽ എഴുതി സൂക്ഷിച്ച് വെക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് അവർക്ക് പുറത്ത് പോയിട്ട് അവർക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ളത് അടുത്ത എൻവലപ്പിലാക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് സേവ് ചെയ്ത് വെച്ച പൈസ, അതവർ മൂന്നാമത്തെ എൻവലപ്പിലാക്കി വെക്കും. ഇതിൻ്റെ ഒക്കെ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ നന്നായി എഴുതി വെച്ചിട്ടാണ് പൈസ വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് അറിയാം എത്ര ഓരോരോ എൻവലപ്പിലും എത്ര പൈസ ഉണ്ട് എന്നുള്ളതും എത്രയാണ് ഇവർ വിനിയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ട്സ് മൊത്തം UPI ആപ്പിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ UPI ആപ്പിൽ കണക്റ്റ് ആകുമ്പം നമ്മളൊരു ഷോപ്പ് പോകുന്നു, ബില്ല് പേ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുക, സ്കാൻ ചെയ്യുന്നു, പൈസ പോകുന്നു. നമ്മുടെ ബ്രെയിൻ ഇത് അത്ര വലിയ കെയർ ചെയ്യുന്നില്ല ഈ ഒരു പൈസ പോകുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ചിലവാക്കുന്ന പൈസ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നെങ്കിൽ നമ്മളെ ബ്രെയിനിന് കുറച്ചും കൂടെ നല്ലൊരു കെയർ ഉണ്ടാവും. അതായത് നമ്മൾ ഈ പൈസ കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര, അതായത് പെയിൻ ഓഫ് സ്പെൻഡിങ് എന്ന് പറയും. ഇന്ന് ഈ കക്കൈബോ മെത്തേഡ് നമുക്ക് ഈ ജനറേഷനിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കാം. അതായത് 3 അക്കൗണ്ട് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും വരുമാനം വരുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും. അത് കൂടാതെ തന്നെ 2 അക്കൗണ്ട് നമ്മൾ എടുത്തു വെക്കാം. അതിൽ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ നീഡ്സ് അക്കൗണ്ട്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് കൊടുക്കാനുള്ള പൈസ മൊത്തം, അതായത് ബില്ല് കാര്യങ്ങൾ, നമ്മുടെ ഗ്രോസറി കാര്യങ്ങൾ ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള പൈസ അതിലേക്ക് ആദ്യം മാറ്റി വെക്കാം. അതായത് അതൊരു നിശ്ചിത എമൗണ്ട് ആയിരിക്കണം. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട്, നമ്മുടെ സേവിങ്സിന് വേണ്ടി നമ്മൾക്ക് ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ കരുതുന്ന പൈസ. മൂന്നാമത്തേതാണ് ഡിജിറ്റൽ കക്കൈബോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഓരോ അക്കൗണ്ടിലേക്ക് ഇടുന്നത്. ഈവൻ ആ ഒരു അക്കൗണ്ട് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അക്കൗണ്ടിലെ പൈസ കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ മാസം ആഘോഷങ്ങളില്ല, കാര്യങ്ങളൊക്കെ നമ്മൾ തുച്ഛമായ രീതിയിലായിരിക്കും നമ്മൾ വിനിയോഗിക്കുന്നുണ്ടാവുക. കാരണം നമുക്ക് കൺട്രോൾ ഉണ്ടാവും, പൈസയ്ക്കുള്ള നല്ലൊരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതുമാത്രമല്ല, നമുക്കൊരു സാധനം വാങ്ങിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളൊരു 24 മണിക്കൂർ നമ്മൾ കാത്തു നിൽക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണൽ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടതാണോ അത്യാവശ്യമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലയളവാണ് ഈ 24 മണിക്കൂർ. അത് കഴിഞ്ഞിട്ടും അത് നമുക്ക് വേണമെന്ന് ഉറപ്പാണെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ ആ ആഗ്രഹം ഉപേക്ഷിക്കാം. ഫൈനാൻഷ്യൽ കൺട്രോൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ട്രൈ ദിസ്. ഓക്കെ, ബൈ.